രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കൂടി മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ മറുപടി പറയുന്നുണ്ട്. ശശിനാരായണൻ, ഇവിടെ ഇപ്പോൾ ഇന്നലെ തന്നെ വലിയ വീടുകളിലൊക്കെ വെള്ളക്കെട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടാം നിലയിലേക്കൊക്കെ മാറി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകാതെ ഇരിക്കുന്ന ആളുകളുണ്ട്. ഇതിപ്പോൾ അതിതീവ്ര മഴയുടെ മുന്നറിയിപ്പ് വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ടുന്ന സാഹചര്യമല്ലേ? അതിനുള്ള സംവിധാനങ്ങളും ഒരുക്കങ്ങളും നടക്കുന്നുണ്ടോ? ഈ വീട് വിട്ടിറങ്ങാൻ ബുദ്ധിമുട്ടുന്നവരെ കൂടി മുഖ്യമന്ത്രി പോലും ഇന്നത് സൂചിപ്പിച്ചു. ഈ മുന്നറിയിപ്പ് അനുസരിച്ച് അധികൃതർ നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കണം, അതിനോട് സഹകരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കൂടുതൽ ആളുകൾ ക്യാമ്പുകളിലേക്ക് മാറാൻ സന്നദ്ധമാകുമെന്നാണോ കരുതുന്നത്? രേണുക ചോദിച്ചത് പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ 2-3 ദിവസമായി ഈ രക്ഷാപ്രവർത്തകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഈ വീടുകളിൽ നിന്നും ആളുകൾ ഈ ക്യാമ്പിലേക്ക് വരാൻ മടിക്കുന്നു. അത് വലിയ വെല്ലുവിളിയായി തുടരുകയാണ്. കാരണം അപകടമുണ്ടായി എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ ഒരു പക്ഷേ ഇവരെ രക്ഷപ്പെടുത്താൻ പിന്നീട് കഴിയില്ല. പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിലൊക്കെ വലിയ പാടായിരിക്കും ഇവർ വീടുകളിൽ കഴിഞ്ഞാൽ. വൈദ്യുതി ഇല്ലാത്ത വീടുകളാണ്, ചുറ്റും വെള്ളം കയറി കിടക്കുന്ന വീടാണ്. ആ വീട്ടിൽ താമസിച്ചാൽ ഒരു പക്ഷേ വീടിന്റെ മുകളിലത്തെ നിലയിലാണ് ഇവർ താമസിക്കുന്നത്. പക്ഷേ അവിടെ പിന്നീട് ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ പിന്നീട് ഇവരെ രക്ഷപ്പെടുത്താൻ കഴിയാതെ വരും. അതുകൊണ്ടാണ് ഈ NDRF സംഘവും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ ആളുകളും ഒക്കെ കൃത്യമായി അവിടെ ചെന്ന് രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ വരുന്നില്ല എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. എന്തായാലും ഇപ്രാവശ്യം പൂർണ്ണമായും മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ താമസിക്കുന്ന ആരായാലും ശരി അവരെ ക്യാമ്പുകളിൽ അടിയന്തരമായി എത്തിക്കണം എന്നുള്ള കാര്യമാണ്. ഈ അതിതീവ്ര മഴയുടെ മുന്നറിയിപ്പിന്റെ സാഹചര്യത്തിൽ അങ്ങനെ താമസിക്കുന്നവരുണ്ടെങ്കിൽ അവരെ അടിയന്തരമായി സമീപത്തെ ക്യാമ്പുകളിൽ എത്തിക്കാൻ തന്നെയാണ് തീരുമാനം. അത് അവർ എതിർത്താലും ഒരുപക്ഷെ ക്യാമ്പിൽ കൊണ്ടുവരും. കാരണം മരുന്ന്, വെള്ളം, ഈ അടിയന്തര സാഹചര്യങ്ങളെല്ലാം ഈ അത്യാവശ്യ ഘട്ടങ്ങളിൽ നേരിടേണ്ടതാണ്. ഒരുപക്ഷെ അത് അവർ താമസിക്കുന്നത് എത്തിക്കാനും കഴിയാതെ വരും. അങ്ങനെ വന്നാൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതെല്ലാം ഒരു വലിയ പരാതിയായി മാറും എന്നുള്ള സാഹചര്യത്തോടു കൂടിയാണ് ഈ ക്യാമ്പിലേക്ക് ഇവരെ കൃത്യമായി എത്തിക്കാനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയിട്ടുള്ളത്. അങ്ങനെ ഒരു വെല്ലുവിളിയാണ് സ്വാഭാവികമായും ഈ ആറന്മുളയും തിരുവല്ലയും റാന്നിയും അടക്കമുള്ള പ്രദേശങ്ങളെ നേരിടുന്നത്. കാരണം രക്ഷാപ്രവർത്തകർ ചെല്ലുമ്പോൾ അവർ ക്യാമ്പുകളിൽ വരാത്തതാണ് ഒരു വെല്ലുവിളിയായി കഴിഞ്ഞ 2-3 ദിവസമായി ഈ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറില്ല. അതിനൊരു പരിഹാരം ഇപ്രാവശ്യം ഉണ്ടായിട്ട് കർശന നിർദ്ദേശം മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് നൽകിയിട്ടുണ്ട്. അവരെ ബോധവൽക്കരിച്ച് ക്യാമ്പുകളിൽ എത്തിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. രേണുക. ശരി, ശശിനാരായണനാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയാണ് ഏറ്റവും മോശമായിട്ടുള്ള സാഹചര്യത്തിലൂടെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ വെള്ളക്കെട്ട് പോലും അകന്നിട്ടില്ല. അവിടെ ഇന്ന് അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പ് വീണ്ടും നൽകുന്ന സാഹചര്യമാണ്. മഴ കനക്കാനുള്ള സാഹചര്യം തന്നെ നിലനിൽക്കുന്നു. അപ്പോൾ അവിടെ കൂടുതൽ ജാഗ്രതയും കൂടുതൽ ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള ഇടപെടലും അനിവാര്യമായി വരുന്നു. എന്തായാലും ഇന്ന് മുഖ്യമന്ത്രി തന്നെ ദുരിത മേഖലകളിൽ എത്തിയിട്ടുണ്ട്, ക്യാമ്പുകൾ സന്ദർശിച്ചിട്ടുണ്ട്. അവിടെ കൂടുതൽ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകും. പ്രത്യേകമായി തന്നെ പത്തനംതിട്ടയെ പരിഗണിക്കും എന്ന ഒരു ഉറപ്പ് മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. ആ നിലയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് കരുതാം. ഒപ്പം തന്നെ ജനങ്ങൾ അവർ അധികൃതർ നൽകുന്ന മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കുകയും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറുകയും എന്നതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ആ മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കുക എന്നതാണ് നമുക്കും പറയാനുള്ളത്. ഇനി മലപ്പുറത്ത് നിന്ന് ജിഷാദ് വളാഞ്ചേരിയാണ് നമുക്കൊപ്പം ചേരുന്നത്. ജിഷാദ്, മലപ്പുറത്ത് ഓറഞ്ച് അലർട്ടാണുള്ളത് നമുക്കറിയാം. പക്ഷേ ഓറഞ്ച് അലർട്ടും നിസ്സാരമായി കാണാൻ പറ്റില്ല. ഏതാണ്ട് റെഡ് അലർട്ടിന് സമാനമായ തന്നെ ജാഗ്രതയും മുന്നൊരുക്കവും ഓറഞ്ച് അലർട്ടിലും വേണ്ടുന്നതാണ്. മലപ്പുറത്തെ സംബന്ധിച്ച് എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? മഴ ഇപ്പോൾ എങ്ങനെയാണ്? മലയോര മേഖലകളൊക്കെ എങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യം നേരിടുന്നത്? രേണുക, മലപ്പുറത്ത് മഴ മാറുന്ന ഒരു സാഹചര്യമുണ്ട്. തെളിഞ്ഞ കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അത് ഏറെ ആശ്വാസം നൽകുന്നതാണ്. പല വെള്ളം കയറിയ വീടുകളിലും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉള്ള ആളുകളെല്ലാം വീട്ടിലേക്ക് മടങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ എറണാട്, കൊണ്ടോട്ടി, നിലമ്പൂർ, തിരൂരങ്ങാടി, പൊന്നാനി താലൂക്കുകളിൽ 13 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിച്ചിരുന്നത്. ഇതിൽ 441 ആളുകളും ഉണ്ടായിരുന്നു. ഇതിൽ പകുതി മുക്കാൽ ആളുകളും ഇപ്പോൾ അവരവരുടെ വീട്ടിലേക്ക് മടങ്ങിയതെന്നാണ് നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്ന കാര്യം. അതുപോലെ തന്നെ മലപ്പുറം വേങ്ങരയില് പാണക്കാട് പ്രദേശത്ത് റോഡിലേക്ക് പതിച്ച മണ്ണ് നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ റോഡ് പൂർണ്ണമായും ആളുകളെ അതായത് ഗതാഗതം നിരോധിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. വലിയ മണ്ണുമാന്തി യന്ത്രങ്ങളും ടോറസ് ലോറിയും ഉപയോഗിച്ചാണ് ഈ മണ്ണ് മാറ്റം നീക്കം ചെയ്യുന്നത്. എങ്കിലും മലയുടെ മുകളിൽ നിന്നും ഇപ്പോഴും കലങ്ങിയ വെള്ളം ശക്തമായി കുത്തിയൊലിച്ച് ഒഴുകുന്നത് പ്രദേശത്ത് ഒരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ഇവിടേക്ക് ആരെയും കടത്തിവിടുന്നില്ല. പ്രദേശത്ത് ഇപ്പോഴും ഓറഞ്ച് അലേർട്ടാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ റോഡിലേക്ക് പതിച്ച മണ്ണ് നീക്കാനുള്ള രക്ഷാപ്രവർത്തനം അതുപോലെ ദുഷ്കരമാകുന്നുണ്ട്. രണ്ടാള് പൊക്കത്തിലാണ് ഈ റോഡിൽ മണ്ണ് പതിച്ചിട്ടുള്ളത്. ഇത് നീക്കം ചെയ്യാനുള്ള
ണ്ട്. എന്തായാലും മലപ്പുറത്ത് മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കടലോര മേഖലയിൽ മാത്രമാണ് ഇപ്പോൾ കടലാക്രമണം ഉള്ളത്. ബാക്കി മലയോര മേഖലയിൽ കംപ്ലീറ്റ് ആയും അതായത് മഴ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ജില്ലയിൽ തെളിഞ്ഞ കാലാവസ്ഥയാണ് രേണുക. ശരി, ജിഷാദ് പാളാഞ്ചേരിയാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്ത് അതീവ ജാഗ്രത തന്നെയാണുള്ളത്. ഓറഞ്ച് അലേർട്ട് ആണെങ്കിലും റെഡ് അലേർട്ടിന് സമാനമായി തന്നെ മഴയുണ്ടാകാൻ അല്ലെങ്കിൽ അലേർട്ടുകൾ പിന്നീട് മാറാനുള്ള സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഇടപെടലാണ് വേണ്ടത്. എല്ലാവരും ജാഗ്രത പാലിക്കുകയാണ് ഈ സാഹചര്യത്തിൽ വേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.